ദുബൈയിൽ ഇനി മുതൽ സാധനങ്ങൾ പറന്ന് ഉപഭോക്താവിന്റെ കയ്യിലെത്തും. മെഡിസിനുകളും മറ്റു പാർസലുകളും ഡ്രോൺ വഴി ഉപഭോക്താവിനെത്തുന്ന ഡെലിവറി സർവീസ് ദുബൈയിൽ ഔദ്യോഗികമായി ആരംഭിച്ചു. ആദ്യത്തെ ഓർഡർ ദുബൈ കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റേതായിരുന്നു. ഒരു കോഫി ഓർഡർ ചെയ്തായിരുന്നു തുടക്കം. റാച്ചസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ഷെയ്ഖ് ഹംദാൻ ആദ്യ ഡ്രോൺ ഡെലിവറി സ്വീകരിച്ചത്. ഹീറ്റ ഡ്രോൺ കമ്പനിക്കാണ് ദുബൈ സിവിൽ ഏവിയേഷൻ അതോറിറ്റി ആദ്യത്തെ ഡ്രോൺ ഡെലിവറി ലൈസൻസ് അനുവദിച്ചത്. ദുബൈ സിലിക്കൺ ഒയാസിസിലാണ് ആദ്യഘട്ടത്തിൽ സാധനങ്ങൾ ഡ്രോൺ ഡെലിവറി ചെയ്യുക. പിന്നീട് വിവിധയിടങ്ങളിലേക്ക് വ്യാപിപ്പിക്കും. നിലവിൽ 6 ഡ്രോണുകളാണ് സർവീസിനായി രംഗത്തുള്ളത്. 4 ഡെലിവറി റൂട്ടുകളിലാകും സേവനമുണ്ടായിരിക്കുക. മരുന്നുകൾ, ഭക്ഷണം, മറ്റു പാർസൽ സാധനങ്ങൾ എല്ലാം ഡ്രോൺ ഡെലിവറി ചെയ്യും. 2.3 കിലോയാണ് ഡ്രോണിന്റെ ഭാരം വഹിക്കാനുള്ള ശേഷി. പൊതുനിരത്തുകളിലെ ട്രാഫിക് തിരക്കുകളിൽ പെടാതെ കുറഞ്ഞ സമയത്തിനകം സാധനങ്ങൾ ആവശ്യക്കാരിൽ എത്തുന്നു എന്നതാണ് ഡ്രോൺ ഡെലിവറിയുടെ പ്രത്യേകത. ഫഖീഹ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ, അമേരിക്കാന, റോച്ചസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നിവയുമായി സഹകരിച്ചാണ് നിലവിൽ ഡ്രോൺ ഡെലിവറി നടപ്പാക്കുന്നത്. ദുബൈ ഇക്കണോമിക് അജണ്ട D33യുടെ ഭാഗമായാണ് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള പുതിയ പദ്ധതികളെന്ന് ഷെയ്ഖ് ഹംദാൻ പറഞ്ഞു.